നമസ്കാരം. ക്രാക്ക് JRFൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2004 മുതൽ 2024 ജൂൺ വരെ നടന്ന NTA UGC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള കഥകളും കഥാകൃത്തുക്കളും എന്നിവയാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് എല്ലാ കഥകളും ഉൾപ്പെടുത്തി ചെയ്യുന്നൊരു വീഡിയോ അല്ല. ഓരോ കഥാകൃത്തുക്കളുടെയും പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളിൽ നിന്നുള്ള കഥകൾ മാത്രമാണ് പറയുന്നത്. അവരെഴുതിയ കഥകളുടെ വീഡിയോകൾ പിന്നീട് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമായിട്ട് മാധവിക്കുട്ടിയുടെ കഥകളിൽ ചേരുംപടിയിൽ വന്നവയാണ്. മാധവിക്കുട്ടി അഥവാ കമലാ സുരയ്യ. മാധവിക്കുട്ടിയുടെ കഥകൾ ഇവയാണ്. ഉണ്ണി, നരിച്ചീറുകൾ പറക്കുമ്പോൾ, പൂവമ്പഴം, നെയ്പ്പായസം, തരിശുനിലം, പക്ഷിയുടെ മണം, നഷ്ടപ്പെട്ട നീലാംബരി, കുറ്റിക്കാട്ടിലെ നരി. ഈ പറഞ്ഞ കഥകളിൽ നെയ്പ്പായസം 2 പ്രാവശ്യം ചോദിച്ച കഥയാണ്. പക്ഷിയുടെ മണം 2 പ്രാവശ്യം ചോദിച്ച കഥയാണ്. കുറ്റിക്കാട്ടിലെ നരി 2021 ചേരുംപടിയിലുണ്ടായിരുന്ന ചോദ്യമാണ്. തരിശുനിലം, പക്ഷിയുടെ മണം, നഷ്ടപ്പെട്ട നീലാംബരി എന്നിവ കാലക്രമത്തിൽ വന്നിട്ടുള്ള കഥകളുടെ ഗണമാണ്. തരിശുനിലം 1ാമതാണ്, പക്ഷിയുടെ മണം 2ാമതും, നഷ്ടപ്പെട്ട നീലാംബരി 3ാമതുമാണ്. അടുത്തത് NS മാധവനാണ്. NS മാധവൻ്റെ തിരുത്ത് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹിഗ്ഗുറ്റ 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് NS മാധവൻ്റേതായിട്ട് ചോദിച്ചിരിക്കുന്ന കഥകൾ. ഏറ്റവും കൂടുതൽ കഥകൾ ചോദിച്ച മറ്റൊരു കഥാകൃത്താണ് സക്കറിയയുടെ ആർക്കറിയാം 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ആർക്കറിയാം. ഈ കഥയ്ക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. യേശുക്രിസ്തു നായകനായിട്ട് വരുന്ന കഥാപാത്രമായിട്ട് വരുന്ന കഥയാണിത്. നായകനെന്ന് പറയാൻ കഴിയില്ല, കഥാപാത്രമായിട്ട് വരുന്ന കഥ. മറ്റു കഥകൾ പത്രം, കന്യാകുമാരി, സലാം അമേരിക്ക, പൂവമ്പഴം, വെള്ളവടി. ഇതിൽ സലാം അമേരിക്ക, കന്യാകുമാരി എന്നിവ ഏത് ഗണത്തിൽ പെടുന്നു എന്നുള്ളതാണ്. യാത്രാവിവരണ കൃതിയാണെന്ന് തോന്നുന്ന രീതിയിലുള്ളതായതുകൊണ്ട് കഥകളുടെ ഗണത്തിലാണ് വരുന്നത് എന്നുള്ള ചോദ്യത്തിൽ വരാറുണ്ട്. സലാം അമേരിക്ക 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മറ്റൊന്ന് വെള്ളവടി 2021 ചേരുംപടിയിൽ നിന്നുള്ള ചോദ്യമാണ്. അടുത്തത് OV വിജയൻ്റെ കഥകളാണ്. ചെങ്ങന്നൂർ വണ്ടി, കടൽ തീരത്ത്, 3 യുദ്ധങ്ങൾ, അശാന്തി, പറയൂ ഫാദർ ഗോൺസാലസ്, ഉപനിഷത്ത് എന്നിവ. OV വിജയൻ്റെ കഥകളാണ്. ചെങ്ങന്നൂർ വണ്ടി, കടൽ തീരത്ത്, 3 യുദ്ധങ്ങൾ, അശാന്തി, പറയൂ ഫാദർ ഗോൺസാലസ്, ഉപനിഷത്ത് എന്നിവ. ഇതിൽ കടൽ തീരത്ത് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അശാന്തി 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഉപനിഷത്ത് 2021 ചേരുംപടിയിൽ നിന്നാണ്. സക്കറിയുടെ ഒരു കഥ മറ്റൊരു രീതിയിൽ വരാറുണ്ട്. തവളയുടെ ജീവിതം പറഞ്ഞ കഥയായിട്ടുള്ള ഒരിടത്ത് എന്നുള്ള കഥ. അത് ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൂടെയാണ് എഴുതി വച്ചിരിക്കുന്നത്, റീസെൻ്റ് ആയതുകൊണ്ട്. അടുത്ത കഥാകാരൻ VP ശിവകുമാറാണ്. VP ശിവകുമാറിൻ്റേതാണ് തിരുവിതാംകൂർ കഥകൾ എന്നറിയപ്പെടുന്ന കഥകൾ. അപ്പോൾ തിരുവിതാംകൂർ കഥകളുടെ കഥാകാരൻ ചോദിച്ചിട്ടുണ്ട്. അത് VP ശിവകുമാറാണ്. മന്ത്, പ്രതിഷ്ഠ, ഒറ്റ, കരയോഗം. മന്ത്, പ്രതിഷ്ഠ, ഒറ്റ, കരയോഗം എന്നിവയാണ്
അദ്ദേഹത്തായി ചോദിച്ചിട്ടുള്ള മറ്റ് കഥകൾ. അടുത്തത് സിതാര എസിൻ്റെ കഥകളാണ്. സിതാര എസിൻ്റെ അഗ്നി 3 പ്രാവശ്യം ചോദിച്ച കഥയാണ് സിതാര എസിൻ്റെ അഗ്നി. മറ്റ് കഥകൾ: പ്രണയചന്ദ്രിക, സാൽവദോർ ദാലി, വേഷപ്പകർച്ച, നൃത്തശാല, ദൈവവിളി, ജലം, ഡ്രാക്കുള, സാക്ഷി എന്നിവയാണ്. പ്രണയചന്ദ്രിക, സാൽവദോർ ദാലി, വേഷപ്പകർച്ച, നൃത്തശാല, ദൈവവിളി, ജലം, ഡ്രാക്കുള, സാക്ഷി. ദൈവവിളി മുതലുള്ള കഥകളിലെ കഥാപാത്രങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അടുത്ത കാലത്തെ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നത്. അടുത്തത് ഇന്ദു മേനോനാണ്. ഇന്ദു മേനോൻ ഒരു ലെസ്ബിയൻ പശു, പ്രധാനമായിട്ടുള്ളൊരു കഥയാണ്. ഒരു ലെസ്ബിയൻ പശു, അതെഴുതിയത് ഇന്ദു മേനോനാണ്. അതല്ലാതെ റീസെൻ്റ് ചോദ്യപേപ്പറിൽ വരുന്ന ചോദ്യം അതിനോടൊപ്പം പറയാം. അഷിതയുടെ അപൂർവ വിരാമങ്ങൾ, അമ്മ എന്നോട് പറഞ്ഞ നുണകൾ. അപൂർവ വിരാമങ്ങൾ, അമ്മ എന്നോട് പറഞ്ഞ നുണകൾ എന്നിവ അഷിതയുടെ കഥകളാണ്. ചന്ദ്രമതി ടീച്ചറുടേതായിട്ട് ചോദിച്ചിട്ടുള്ളത് റെയിൻ ഡിയറാണ്. 2 പ്രാവശ്യം ചോദിച്ച കഥയാണ് റെയിൻ ഡിയർ എന്നുള്ള കഥ, ചന്ദ്രമതി. അടുത്തത് TKC വടുതലയുടെ കഥയാണ് ചങ്കരാന്തി അട. ചങ്കരാന്തി അട എഴുതിയത് TKC വടുതല. അടുത്തത് SK പൊറ്റക്കാടിൻ്റെ കഥയാണ് ഒട്ടകം, അന്തകൻ്റെ തോട്ടി. 2 കഥകളാണ്, ഒട്ടകം, അന്തകൻ്റെ തോട്ടി. ബഷീറിൻ്റേതായിട്ട് ചോദിച്ചിട്ടുള്ള കഥകളാണ് ഇനി പറയുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റേതായിട്ട് വന്നിരിക്കുന്നത് 3 പ്രാവശ്യം ചോദിച്ച കഥയാണ് ജന്മദിനം. പ്രധാനപ്പെട്ട കഥയാണ് ജന്മദിനം. മറ്റൊന്ന് പൂവമ്പഴം, ടൈഗർ. പൂവമ്പഴം എന്ന പേരിൽ കഥ എഴുതിയിട്ടുള്ള 4 പേർ മലയാളത്തിലുണ്ട്. നിങ്ങൾ ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ ആ 4 പേരെ നിങ്ങൾക്ക് ലഭിക്കും. പൂവമ്പഴം, ടൈഗർ എന്നിവ എഴുതിയതും ബഷീറാണ്. അടുത്തത് കാരൂരിൻ്റെ കഥകളാണ്. കാരൂർ നീലകണ്ഠപിള്ള, മീൻകാരി, കാൽമയിലോട്ടം. 3 പ്രാവശ്യം ചോദിച്ച കഥയാണ് മരപ്പാവകൾ. മരപ്പാവകൾ വർഷവും അറിഞ്ഞിരിക്കണം. 1963 മരപ്പാവകൾ എഴുതിയത്. മോതിരം, പൂവമ്പഴം, ഭൃത്യവാത്സല്യം, മോതിരം, ഉതുപ്പാൻ്റെ കിണർ. ഇതിൽ ഭൃത്യവാത്സല്യം എന്നുള്ളത് ആദ്യത്തെ കഥയാണ്. കാരൂർ എഴുതിയ ആദ്യ കഥയാണ് ഭൃത്യവാത്സല്യം. മരപ്പാവകൾ ഏറ്റവും പ്രധാനപ്പെട്ട കഥകളാണ്. മലയാളത്തിൽ വായിച്ചിരിക്കേണ്ട ഒരു കഥയാണ്. നായികയായിട്ട് വരുന്ന നളിനിയാണ്. അപ്പോഴതുകൂടി ഓർക്കുക. 1963 കഥ എഴുതിയത്. അടുത്ത കഥാകാരനാണ് MT വാസുദേവൻ നായർ. MDയുടെ നീലക്കടലാസ്, ഷെർലക് 1997 കഥയാണ് ഷെർലക്. ഇത് കാലക്രമത്തിൽ ചോദിച്ചിട്ടുണ്ട്. വളർത്തുമൃഗങ്ങൾ, നിൻ്റെ ഓർമ്മയ്ക്ക്. 2 പ്രാവശ്യം ചോദിച്ച കഥയാണ് നിൻ്റെ ഓർമ്മയ്ക്ക്. വളർത്തുമൃഗങ്ങൾ MT ആദ്യമായിട്ട് എഴുതിയ കഥയാണ് വളർത്തുമൃഗങ്ങൾ എന്നുള്ളത്. മറ്റ് കഥകൾ കർക്കിടകം, ഇന്ധനം. ഇത്രയും കഥകളാണ് ചോദിച്ചിട്ടുള്ളത്. കർക്കിടകം, ഇന്ധനം. അടുത്തത് സാറ ജോസഫിൻ്റേതായിട്ട് ചോദിച്ചിരിക്കുന്ന കഥകളാണ് വിയർപ്പടയാളങ്ങൾ, മുടിത്തെയ്യമുറയുമ്പോൾ. ഈ മുടിത്തെയ്യമുറയുമ്പോൾ എന്നുള്ള കഥ 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ അതിനകത്തെ വരികൾ നൽകിയിട്ട് ഈ കഥ ഏതെന്ന് റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള 3 പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. കോഫി ഹൗസ്, പാപത്തറ, വനദുർഗ, സ്കൂട്ടർ, പുതുരാമായണങ്ങൾ. കോഫി ഹൗസ്, പാപത്തറ, വനദുർഗ, സ്കൂട്ടർ, പുതുരാമായണങ്ങൾ. ഇതിൽ ഈ പാപത്തറ എന്ന് പറഞ്ഞിരിക്കുന്ന കഥയുടെ ആമുഖത്തിലാണ് അല്ലെങ്കിൽ അവതാരികയിലാണ് സച്ചിദാനന്ദൻ മാഷ്
ഫെമിനിസം എന്നുള്ള വാക്ക് മലയാളത്തിൽ ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അടുത്തത് ആദ്യ കഥ എഴുതിയ കഥാകൃത്തായ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ കഥകളുടെ ചോദ്യമാണ്. വാസനാവികൃതിയാണ് ആദ്യ കഥ. മലയാളത്തിലെ ആദ്യത്തെ കഥയും വാസനാവികൃതിയാണ്. ലക്ഷണമൊത്ത കഥയാണ് ആദ്യത്തേത്. 3 പ്രാവശ്യമാണത് ചോദിച്ചിട്ടുള്ളത്. ദ്വാരക 2 പ്രാവശ്യം. ഒരു സ്വപ്നാഖ്യാന കഥയാണ് ദ്വാരക. മേനോക്കിയെ കൊന്നതാരാണ് അല്ലെ മേനോക്കിയെ കൊന്നതാര് എന്നൊരു കഥയും ചേരുംപടിയിൽ കാണുന്നു. അടുത്തത് പട്ടത്തുവിളിയുടെ കഥയാണ്. പട്ടത്തുവിളിയുടെ നട്ടെല്ലികളുടെ ജീവിതം. നട്ടെല്ലികളുടെ ജീവിതം ഇതാണ് പട്ടത്തുവിളിയുടേതായിട്ട് പരീക്ഷകളിൽ ചോദിക്കാറുള്ളത്. ഇനി ടി പത്മനാഭൻ്റെ കഥയാണ്. ഹാരിസൺ സായിവിൻ്റെ നായ. ഹാരിസൺ സായിവിൻ്റെ നായ. പെരുമഴ പോലെ. ഒരു കഥാകൃത്ത് കുരിശിൽ. ശേകൂട്ടി. കടയനല്ലൂരിലെ ഒരു സ്ത്രീ. ഗൗരി. പ്രകാശം പരത്തുന്ന പെൺകുട്ടി. ഹാരിസൺ സായിവിൻ്റെ നായ, ഒരു കഥാകൃത്ത് കുരിശിൽ, ശേകൂട്ടി, കടയനല്ലൂരിലെ ഒരു സ്ത്രീ, ഗൗരി, പ്രകാശം പരത്തുന്ന പെൺകുട്ടി. പ്രകാശം പരത്തുന്ന പെൺകുട്ടി 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അടുത്തത് MP നാരായണപിള്ളയുടേതായിട്ടുള്ള കഥയാണ്. മുരുകൻ എന്ന പാമ്പാട്ടി. 2 ചേരുംപടിയിലാണ് മുരുകൻ എന്ന പാമ്പാട്ടി കാണുന്നത്. മുരുകൻ എന്ന പാമ്പാട്ടി MP നാരായണപിള്ള. സാറ ജോസഫിൻ്റെ കഥകളിൽ കോഫി ഹൗസ് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അടുത്തത് കേശവദേവ്. പ്രതിജ്ഞ. കേശവദേവിൻ്റെ കഥയാണ് പ്രതിജ്ഞ. അടുത്തത് K സരസ്വതി അമ്മയുടേതായിട്ടുള്ള കഥകളാണ്. K സരസ്വതി അമ്മയുടെ ചോദിച്ചിട്ടുള്ള കഥകൾ പ്രതികാരദേവത, ചോലമരങ്ങൾ. ചോലമരങ്ങൾ റിപ്പീറ്റഡ് ചോദ്യമാണ്. പ്രതികാരദേവത, ചോലമരങ്ങൾ, രമണി, വിവാഹ വിദ്വേഷി, വിവാഹ സമ്മാനം. വിവാഹ വിദ്വേഷി, വിവാഹ സമ്മാനം. ഈ 2 കഥകളും എഴുതിയത് K സരസ്വതി അമ്മയാണ്. വിവാഹ വിദ്വേഷി, വിവാഹ സമ്മാനം അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ലളിതാംബിക അന്തർജനത്തിൻ്റെ കഥകളാണ്. മാണിക്യൻ, പതിത, പവിത്രമോതിരം. മാണിക്യൻ, പതിത, പവിത്രമോതിരം. അടുത്തത് ഗ്രേസിയുടെ കഥകളാണ്. ഗ്രേസിയുടെ റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന കഥയാണ് പടിയിറങ്ങിപ്പോയ പാർവതി. പടിയിറങ്ങിപ്പോയ പാർവതി 3 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. പടിയിറങ്ങിപ്പോയ പാർവതി. നഗരവാതിൽ. നഗരവാതിൽ 2 പ്രാവശ്യം ചോദിച്ച കഥയാണ്. 2 സ്വപ്നദർശികൾ. 2 സ്വപ്നദർശികൾ റീസെൻ്റായി ചോദിച്ച കഥയാണ്. ഭ്രാന്തൻ പൂക്കൾ. ഭ്രാന്തൻ പൂക്കൾ റിപ്പീറ്റഡ് ചോദ്യമാണ്. അടുത്തത് മുണ്ടൂർ കൃഷ്ണൻകുട്ടി. മുണ്ടൂർ കൃഷ്ണൻകുട്ടിയത് ചോദിച്ച കഥയാണ്. മൂന്നാമതൊരാൾ. 1998 വരുന്നത്. കാലം ചോദിച്ചതിലുണ്ടായിരുന്നതാണ് മൂന്നാമതൊരാൾ. 1998 അത് വരുന്നത്. ഇനി കാക്കനാടൻ്റേതായിട്ട് വന്നിരിക്കുന്ന കഥകളാണ് കാളിയമർദ്ദനം, കോഴി, അശുദ്ധാമാവിൻ്റെ ചിരി, ശ്രീചക്രം, ഡൊറോത്തി എന്ന മദാമ, ബാബേൽ. കാളിയമർദ്ദനം, കോഴി, അശ്വത്ഥാമാവിൻ്റെ ചിരി 2 പ്രാവശ്യം ചോദിച്ചതാണ്. ശ്രീചക്രം, ഡൊറോത്തി എന്ന മദാമ, ബാബേൽ. അടുത്തത് നന്ദനാരാണ്. നന്ദനാരുടേതായിട്ടുള്ളതാണ് മുത്തശ്ശി. നന്ദനാരുടെ കഥയായി ചോദിച്ചിരിക്കുന്നത് മുത്തശ്ശി. സുഭാഷ് ചന്ദ്രനാണ് അടുത്തത്. സുഭാഷ് ചന്ദ്രൻ്റേതായി ചോദിച്ചിരിക്കുന്ന കഥയാണ് മധ്യേ ഇങ്ങനെ, തൽപ്പം, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, ജ്ഞാനസ്നാനം. മധ്യേ ഇങ്ങനെ, തൽപ്പം. തൽപ്പം 2 പ്രാവശ്യം ചോദിച്ചു. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, ജ്ഞാനസ്നാനം. ഇത്രയുമാണ് ചേരുംപടിയിൽ ചോദിച്ചത്. ജ്ഞാനസ്നാനം
ജൂണിലെ പരീക്ഷയിലാണ് ചോദിച്ചത്. അടുത്തത് സേതുവിൻ്റെ കഥയാണ്. ദൂത്. സേതുവിൻ്റേതായി ചോദിച്ചത് ദൂത്. ജോൺ എബ്രഹാമിൻ്റേതായിട്ട് 2 പ്രാവശ്യം ചോദിച്ച കഥയാണ് കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ട്. കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ട് എന്നുള്ളത് ജോൺ എബ്രഹാമിൻ്റെ കഥയാണ്. തോമസ് ജോസഫിൻ്റെ കഥയാണ് ചിത്രശലഭങ്ങളുടെ കപ്പൽ. ചിത്രശലഭങ്ങളുടെ കപ്പൽ. ഇ വി കൃഷ്ണപിള്ളയുടെ കഥയാണ് എൻ്റെ ഗന്ധർവ സ്നേഹിതൻ. എൻ്റെ ഗന്ധർവ സ്നേഹിതൻ്റെ വർഷം 1931 ഒരു കാലം ചോദിക്കുന്നതിനകത്ത് വരുന്നതാണത്. 1931 2 പ്രാവശ്യം അത് ചോദിച്ചിട്ടുണ്ട്. ഇ വി കൃഷ്ണപിള്ള പോലീസ് രാമായണവും പോലീസ് കഥകളും ഒക്കെ എഴുതിയിട്ടുള്ള കഥാകാരനുള്ള ചോദ്യത്തിൻ്റെ കൂടി ഉത്തരമാണ്. അടുത്തത് സി വി ശ്രീരാമൻ. സി വി ശ്രീരാമൻ്റെ ശുരസ്യധാര 2 പ്രാവശ്യം ചോദിച്ചതാണ്. ശുരസ്യധാര. ദുരവസ്ഥ വീണ്ടും വന്നപ്പോൾ. ദുരവസ്ഥ വീണ്ടും വന്നപ്പോൾ. അടുത്ത കഥാകൃത്താണ് എസ് വി വേണുഗോപൻ നായർ. എസ് വി വേണുഗോപൻ നായർ. റിപ്പീറ്റഡ് ചോദ്യമാണ്. ഭൂമിപുത്രൻ്റെ വഴി. ഭൂമിപുത്രൻ്റെ വഴി. ഗർഭശ്രീമാൻ. ഗർഭശ്രീമാൻ. ആദിശേഷൻ. ആദിശേഷൻ. 3 കഥകളാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. എൻ പ്രഭാകരൻ്റെ കഥയാണ് രാത്രിമൊഴി. റിപ്പീറ്റഡ് ആണ്. രാത്രിമൊഴി. മായാമയൻ. മായാമയൻ. കെ ആർ മീരയുടെ കഥയാണ് മോഹമഞ്ഞ. അതുപോലെ മറ്റൊരു കഥയാണ് ആവേ മരിയ. മോഹമഞ്ഞ ആവേ മരിയ. അമ്പാടി നാരായണ പൊതുവാളിൻ്റെ കഥകളാണ് കൈമളശ്ശൻ്റെ കല്യാണം, ഉളി പിടിച്ച കൈ. 2 കഥകളും 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കൈമളശ്ശൻ്റെ കല്യാണം, ഉളി പിടിച്ച കൈ എന്നിവ അമ്പാടി നാരായണ പൊതുവാളിൻ്റെ കഥകളാണ്. മൂർക്കോത്ത് കുമാരൻ്റെ കഥകളാണ് എൻ്റെ കോഴിക്കോട് യാത്ര. 2 പ്രാവശ്യം ചോദിച്ചു. രതിഭായി. കാസിമിൻ്റെ ചെരുപ്പ്. 2 പ്രാവശ്യം ചോദിച്ച കഥയാണ് കാസിമിൻ്റെ ചെരുപ്പ്. എൻ്റെ കോഴിക്കോട് യാത്ര, രതിഭായി, കാസിമിൻ്റെ ചെരുപ്പ് എന്നിവ മൂർക്കോത്ത് കുമാരൻ്റെ കഥകളാണ്. ഒടുവിലിൻ്റെ കഥയാണ്. ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ്റെ കഥയാണ് കല്യാണിക്കുട്ടി. 5 പ്രാവശ്യമാണത് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ പ്രണയ കഥയാണ് കല്യാണിക്കുട്ടി. അടുത്തൊരു കഥ ചോദിച്ചിരുന്നത് മദിരാശി കടൽക്കരയാണ്. അടുത്തൊരു കഥ മദിരാശി കടൽക്കരയാണ്. കെ സുകുമാരൻ്റെ കഥകളാണ് കൂനിയുടെ ചികിത്സ, ആരാൻ്റെ കുട്ടി. കൂനിയുടെ ചികിത്സ, ആരാൻ്റെ കുട്ടി. സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ കഥകളാണ് നരനായും പറവയായും, ഒറ്റവാതിൽ, ഡേവിഡ് ജി കോർട്ട്. നരനായും പറവയായും, ഒറ്റവാതിൽ, ഡേവിഡ് ജി കോർഡ്. ബി മുരളിയുടെ കഥകളാണ് പഞ്ചമി ബാർ, ഉംബർട്ടോ എക്കോ. പഞ്ചമി ബാർ, ഉംബർട്ടോ എക്കോ. പഞ്ചമി ബാർ റിപ്പീറ്റഡ് ആണ്. ഉറൂബിൻ്റെ കഥയാണ് വെളുത്ത കുട്ടി. ഉറൂബിൻ്റെ കഥ വെളുത്ത കുട്ടി. തകഴിയുടെ കഥകളാണ് വെളുത്ത കുഞ്ഞ്, വെള്ളപ്പൊക്കത്തിൽ. ഈ വെളുത്ത കുട്ടി വെളുത്ത കുഞ്ഞൊക്കെ ചേരുമ്പടിയായിരുന്നു. തകഴിയുടെ വെളുത്ത കുഞ്ഞാണെങ്കിൽ ഉറൂബിൻ്റെത് വെളുത്ത കുട്ടിയാണ്. തകഴി വെള്ളപ്പൊക്കത്തിൽ എന്ന് പറഞ്ഞ കഥയാണ് പിന്നീട് ചോദിച്ചിട്ടുള്ളത്. ഇനി ഒരു കാലക്രമമാണ്. എൻ്റെ ആദ്യത്തെ ഫീസ്, വെള്ളപ്പൊക്കത്തിൽ, ഈ ജീവിതം അനാഥമാണ്, മായാമയൻ. അതുതന്നെയാണ് അതിൻ്റെ കാലക്രമമായിട്ട് ഉള്ളത്. എൻ്റെ ആദ്യത്തെ ഫീസ് എഴുതിയിരിക്കുന്നത് CP അച്യുതമേനോനാണ്. എൻ്റെ ആദ്യത്തെ ഫീസ്. വെള്ളപ്പൊക്കത്തിൽ തകഴി. ഈ ജീവിതം അനാഥമാണ് എഴുതിയത് കോവിലനാണ്. മായാമയൻ എഴുതിയത് N പ്രഭാകരനാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കാലക്രമം. അടുത്ത ചോദ്യം,
ഒ വിയുടെ മറ്റ് കഥകളാണ്. ഒ വി വിജയൻ്റെ യുദ്ധത്തിൻ്റെ ആരംഭം, യുദ്ധത്തിൻ്റെ അവസാനം, പാറകൾ, എട്ടുകാലി, കടൽ തീരത്ത്, ചെങ്ങന്നൂർ വണ്ടി, അരിമ്പാറ. ഒ വി വിജയൻ്റേതായിട്ട് പിന്നീടുള്ള ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ളതാണ്. യുദ്ധത്തിൻ്റെ ആരംഭം, യുദ്ധത്തിൻ്റെ അവസാനം, പാറകൾ, എട്ടുകാലി, കടൽ തീരത്ത്, ചെങ്ങന്നൂർ വണ്ടി, അരിമ്പാറ. അപ്പോൾ ഇതും കൂടി ഇതിൽ ഞാൻ പറയാത്തതുണ്ട് ആദ്യ ഭാഗത്തെങ്കിൽ അതുകൂടി എന്ത് ചെയ്യുക, ഒരുമിച്ച് എഴുതി വയ്ക്കുക. അടുത്തത് സുഷ്മേഷ് ചന്ദ്രോത്തിൻ്റെ കഥയാണ്. വെയിൽ ചായുമ്പോൾ. സുഷ്മേഷ് ചന്ദ്രോത്തിൻ്റെ കഥയാണ് വെയിൽ ചായുമ്പോൾ. പ്രിയ എസിൻ്റേതായി ചോദിച്ചിരിക്കുന്ന കഥയാണ് മഞ്ഞ മരങ്ങൾക്ക് ചുറ്റും. മഞ്ഞ മരങ്ങൾക്ക് ചുറ്റും. ഇതും കെ ആർ മീരയുടെ മോഹമഞ്ഞയും ഒരുമിച്ചാണ് ചേരുംപടിയിൽ നൽകാറുള്ളത്. മഞ്ഞ മരങ്ങൾക്ക് ചുറ്റും പ്രിയ എസിൻ്റെയാണ്. അടുത്തത് കെ പി സുധീരയാണ്. അക്ഷരം. അക്ഷരം കെ പി സുധീര. ജോൺ അബ്രഹാമിൻ്റേതായിട്ട് മറ്റൊരു ചോദിക്കാറുള്ള ഒരു കഥയാണ് നേർച്ചക്കോഴി. ജോൺ അബ്രഹാമിൻ്റേതായിട്ട് ചോദിക്കാറുള്ളതാണ് നേർച്ചക്കോഴി. ചന്ദ്രമതിയുടേതായിട്ട് വന്നിരിക്കുന്ന മറ്റ് കഥകളാണ് ആര്യവർത്തനം, ദേവി ഗ്രാമം, ലൂസിഫർ. നേരത്തെ റെയിൻഡിയർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ കൂടെ ഇതുകൂടെ എഴുതി വയ്ക്കുക. ആര്യവർത്തനം, ദേവി ഗ്രാമം, ലൂസിഫർ. ലൂസിഫർ 2 പ്രാവശ്യം ചോദിച്ച കഥയാണ്. എം സുകുമാരൻ്റേതായിട്ട് വന്നിരിക്കുന്ന കഥയാണ് ചരിത്രഗാഥ. എം സുകുമാരൻ്റേതായിട്ട് വന്നിരിക്കുന്നത് ചരിത്രഗാഥ. എൻ മോഹനൻ്റേതായിട്ടുള്ള കഥയാണ് ശേഷപത്രം. ശേഷപത്രം എൻ മോഹനൻ്റേത് റിപ്പീറ്റഡ് ചോദ്യമാണ്. ശീവള്ളി എഴുതിയ കഥയാണ് ചിരുതേയി. ശീവള്ളി എഴുതിയ കഥയാണ് ചിരുതേയി. ഉണ്ണിയാറിൻ്റേതായിട്ടുള്ള കഥകളാണ് ലീല, ആനന്ദമാർഗം, വാങ്ക്, ഗംഭീരവിക്രമ. ലീല, ആനന്ദമാർഗം, വാങ്ക്, ഗംഭീരവിക്രമ എന്നിവ. പി വി ഷാജികുമാറിൻ്റെ കഥയാണ് കിടപ്പറ സമരം. കിടപ്പറ സമരം. എസ് ഹരീഷിൻ്റേതായി ചോദിച്ചിട്ടുള്ള കഥകളാണ് രസവിദ്യയുടെ ചരിത്രം, ആദം. രസവിദ്യയുടെ ചരിത്രം, ആദം. ആദം 3 പ്രാവശ്യം ചോദിച്ചതാണ്. വി എസ് അനിൽകുമാറിൻ്റേതായിട്ട് ചോദിച്ചതാണ് ഒരു റിപ്പബ്ലിക്കിൽ. വി എസ് അനിൽകുമാറിൻ്റെ കഥയാണ് ഒരു റിപ്പബ്ലിക്കിൽ. സി എസ് ഗോപാലപ്പണിക്കരുടെ ഒരു മുതല നായാട്ട് 3 പ്രാവശ്യം ചോദിച്ചു. ഒരു മുതല നായാട്ട് 3 പ്രാവശ്യം ചോദിച്ച കഥയാണ്. ഇനി അക്ബർ കക്കട്ടിലിൻ്റെ മാഷ്. അക്ബർ കക്കട്ടിലിൻ്റെ മാഷ് എന്ന കഥ. ടി വി കൊച്ചുബാവയുടെ വൃദ്ധമാതാവ്. ടി വി കൊച്ചുബാവയുടെ വൃദ്ധമാതാവ് ചോദിച്ച കഥയാണ്. രേഖ കെയുടെ കന്യകയും പുല്ലിംഗവും. കന്യകയും പുല്ലിംഗവും. മനുഷ്യാലയ ചന്ദ്രിക. മനുഷ്യാലയ ചന്ദ്രിക. ഈ 2 കഥകൾ ചോദിച്ചതാണ്. അടുത്തത് വിനോയ് തോമസിൻ്റെ കഥകളാണ്. ചോദിച്ച കഥകളാണ് ഉടമസ്ഥൻ, റിപ്പീറ്റഡാണ്. രാമച്ചി. ഉടമസ്ഥൻ, രാമച്ചി എന്നിവയാണ് ചോദിച്ച കഥകൾ. എം മുകുന്ദൻ്റേതായിട്ട് ചോദിച്ചത് മുണ്ഡനം ചെയ്യപ്പെട്ട ജീവിതം, കണ്ണാടിയുടെ കാഴ്ച. മുണ്ഡനം ചെയ്യപ്പെട്ട ജീവിതം, കണ്ണാടിയുടെ കാഴ്ച. സി എസ് ചന്ദ്രിക എഴുതിയ കഥയാണ് ലേഡീസ് ഹോസ്റ്റൽ. സി എസ് ചന്ദ്രികയുടെ കഥയാണ് ലേഡീസ് ഹോസ്റ്റൽ. സേതുവിൻ്റെ കഥയാണ് പാമ്പും കോണിയും. സേതുവിൻ്റെ കഥയാണ് പാമ്പും കോണിയും. അർഷാദ് ബത്തേരിയുടേതായിട്ട് ചോദിച്ച കഥയാണ് ജീവിതത്തോളം ഭൂമിയുടെ ഉലച്ചിൽ. ജീവിതത്തോളം ഭൂമിയുടെ ഉലച്ചിൽ. എം ആർ കെ സിയുടേതായിട്ട് ചോദിച്ച കഥയാണ് എം ആർ കെ സിയുടെ കന്നിപ്പറമ്പിലെ കൊലപാതകൻ. കന്നിപ്പറമ്പിലെ കൊലപാതകൻ എന്നുള്ള കഥ
റിപ്പീറ്റഡ് കഥയാണ്, 2 പ്രാവശ്യം ചോദിച്ച കഥയാണ്. ഫ്രാൻസിസ് നെറോണയുടേതായിട്ട് ചോദിച്ച കഥയാണ് തൊട്ടപ്പൻ. ഫ്രാൻസിസ് നെറോണയുടേതായി ചോദിക്കുന്ന കഥ തൊട്ടപ്പൻ. കാലക്രമത്തിലാണ് ഇനി വരുന്നത്. നൽകിയിരിക്കുന്നത് ഹിഗ്ഗിറ്റ, ബിരിയാണി, ആദം, തൽപ്പം. ഹിഗ്ഗിറ്റ, ബിരിയാണി, ആദം, തൽപ്പം എന്നിവയാണ് ചോദ്യം. ഒന്നാമതായിട്ട് വന്നിരിക്കുന്ന കഥ ഹിഗ്ഗിറ്റയാണ്. NS മാധവൻ 1993 എഴുതിയ കഥയാണ് ഹിഗ്ഗിറ്റ. രണ്ടാമത്തെ കഥ തൽപ്പമാണ്. 2016 തൽപ്പം എഴുതുന്നത്. സുഭാഷ് ചന്ദ്രൻ്റെ കഥയാണത്. മൂന്നാമതായിട്ട് വരുന്നത് ബിരിയാണിയാണ്. സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ കഥയാണ് ബിരിയാണി. 2014 അത് എഴുതിയത്. നാലാമത് വരുന്നു S ഹരീഷിൻ്റെ കഥയാണ് ആദം. 2016 ഈ കഥ എഴുതുന്നത്, പ്രസിദ്ധീകരിക്കുന്നത്. അടുത്ത 2021 ഡിസംബറിലെ ചോദ്യപേപ്പറിൽ കാണുന്ന ചോദ്യമാണ്. ചേരുംപടിയാണ്, ഞാനൊരു പ്രാവശ്യം പറഞ്ഞെങ്കിലും പറയുകയാണ്, ഒരുമിച്ച് പറയുകയാണ്. കുറ്റിക്കാട്ടിലെ നരി, ഉപനിഷത്ത്, ബാബേൽ, വെള്ളവടി. കുറ്റിക്കാട്ടിലെ നരി എഴുതിയത് മാധവിക്കുട്ടിയാണ്. ഉപനിഷത്ത് OV വിജയൻ. ബാബേൽ കാക്കനാടൻ. വെള്ളവടി സക്കറിയ. ഈ തേലപ്പുറത്ത് നാരായണ നമ്പി എഴുതിയ കഥയാണ് കഠിനകൃത്യം. 2022 ഒക്ടോബർ ഷിഫ്റ്റ് 2 ചോദിച്ച ചോദ്യങ്ങളാണ് പറയുന്നത്. ദൈവവിളി കഥാപാത്രം മുഹമ്മദാണ്. സിതാരേസിൻ്റെ കഥകളാണ് നൽകിയിരിക്കുന്നത്. ദൈവവിളി എന്നുള്ള കഥയിൽ മുഹമ്മദാണ് കഥാപാത്രം. ജലം എന്നുള്ള കഥയിൽ യാക്കൂബാണ് കഥാപാത്രം. യാക്കൂബ്. ഡ്രാക്കുളയിൽ സുദർശൻ. സാക്ഷിയിൽ കൃഷ്ണകാന്ത്. ദൈവവിളി മുഹമ്മദ്, ജലം യാക്കൂബ്, ഡ്രാക്കുള സുദർശൻ, സാക്ഷി കൃഷ്ണകാന്ത്. 2022 ഒക്ടോബറിലെ ചോദ്യപേപ്പറിൽ തന്നെയാണ് പറയുന്നത്. ഇനി യേശു കഥാപാത്രമായി വരുന്ന സക്കറിയുടെ കഥകൾ ഏതെല്ലാം? യേശു കഥാപാത്രമായി വരുന്ന സക്കറിയുടെ കഥകൾ. ഒരു കഥ ഞാൻ പറഞ്ഞിരുന്നു, ആർക്കറിയാം എന്നുള്ള കഥ. മറ്റൊന്ന് കണ്ണാടി കാൺമോളവും. അടുത്ത ചോദ്യം 2023 ഫെബ്രുവരിയിലെ ചോദ്യമാണ്. ആ ചോദ്യപേപ്പറിലെ എല്ലാ കഥയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഇപ്പോൾ പറയുന്നതാണ്. പാല എന്ന സ്ഥലം, കപ്പ കൃഷി, എലി എന്നീ സൂചനകൾ കഥയും കഥാകൃത്തും ഏത്? പാല എന്ന സ്ഥലം, കപ്പ കൃഷി, എലി എന്നീ സൂചനകൾ കഥയും കഥാകൃത്തും ആരാണ്? പൊൻകുന്നം വർക്കി ഇടിവണ്ടി, മുട്ടത്ത് വർക്കി പുതിയ മണ്ണ്, പാറപ്പുറത്ത് ആ പൂമൊട്ട് വിരിഞ്ഞില്ല, സക്കറിയ പറുദീസ നഷ്ടം എന്നിവയാണ് ഓപ്ഷൻ നൽകിയിരിക്കുന്നത്. പൊൻകുന്നം വർക്കി ഇടിവണ്ടി എന്നുള്ളതാണ് ഇതിലെ യഥാർത്ഥത്തിലുള്ള ഉത്തരം. അടുത്ത ചോദ്യം, വൃക്ഷങ്ങൾ നശിക്കുന്നു, കാടുകൾ നശിക്കുന്നു, ശീതോഷ്ണസ്ഥിതി മാറി വരികയാണ്. ജലാശയങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ വറ്റി വരണ്ടു തുടങ്ങിയിരിക്കുന്നു. പാരിസ്ഥിതികമായ ഈ വിചാരം ബഷീറിൻ്റെ ഏത് കഥയിലേതാണ്? ഭൂമിയുടെ അവകാശികൾ, തേന്മാവ്, വൃക്ഷങ്ങൾ, ശിങ്കിടിമുങ്കൻ. ഭൂമിയുടെ അവകാശികൾ, തേന്മാവ്, വൃക്ഷങ്ങൾ, ശിങ്കിടിമുങ്കൻ എന്നിവയാണ് ഓപ്ഷനിൽ നൽകിയിരിക്കുന്നത്. തേന്മാവ് എന്ന കഥയിലെയാണ് ഈ വരികൾ. അടുത്ത ചോദ്യം, രമണൻ എന്ന കാവ്യത്തിന് വിമർശനാത്മക പ്രതികരണമായി രമണി എന്ന കഥ എഴുതിയത്? രമണൻ എന്ന കാവ്യത്തിന് വിമർശനാത്മക പ്രതികരണമായി രമണി എന്ന കഥ എഴുതിയത് ആര്? സഞ്ജയനാണ് രമണി എന്ന കഥ എഴുതിയത്. സാറ ജോസഫിൻ്റെ കഥയിൽ നിന്നൊരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. ചുറ്റമ്പലത്തിൽ മഹാദേവിയുടെ കരിങ്കൽ മുലകൾ ചുരന്നു, ഓളം വെട്ടുന്ന കുരുതിയിലേക്ക് മുലപ്പാലിറ്റിറ്റു വീണു എന്ന് അവസാനിക്കുന്ന കഥ. ചുറ്റമ്പലത്തിൽ മഹാദേവിയുടെ കരിങ്കൽ മുലകൾ ചുരന്നു, ഓളം വെട്ടുന്ന കുരുതിയിലേക്ക് മുലപ്പാലിറ്റിറ്റു വീണു എന്ന് അവസാനിക്കുന്ന കഥ ഏത്? പാപത്തറ, നിലാവ് അറിയുന്നു, മുടിത്തെയ്യ മുറയുന്നു, തായ്ക്കുലം.
പാപത്തറ, നിലാവ് അറിയുന്നു, മുടിത്തെയ്യമുറയുന്നു, തായ്ക്കുലം. ഉത്തരം മുടിത്തെയ്യമുറയുന്നു എന്നുള്ളതാണ്. മുടിത്തെയ്യമുറയുന്നു. ഈ സന്തോഷ് കുമാറിൻ്റെ കഥകളുടെ ഗണം ചോദിച്ചിരിക്കുന്നു 2023 ഫെബ്രുവരിയിലെ ചോദ്യപേപ്പറിൽ. ചേതാംശ ജീവിതം, ചാവുകളി, ചട്ടമ്പി സദ്യ, അവനവൻ തുരുത്ത്, 3 വിരലുകൾ. ചേതാംശ ജീവിതം, ചാവുകളി, ചട്ടമ്പി സദ്യ, അവനവൻ തുരുത്ത്, 3 വിരലുകൾ. ഉത്തരം ചാവുകളിയും 3 വിരലുകളുമാണ്. ചാവുകളി, 3 വിരലുകൾ എന്നിവയാണ്. ജൂൺ 2023 ചോദ്യപേപ്പറാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രീഹവ്യയും ചില അക്കാദമിക് പ്രശ്നങ്ങളും എഴുതിയത്. ശ്രീഹവ്യയും ചില അക്കാദമിക് പ്രശ്നങ്ങളും എഴുതിയത് ചന്ദ്രമതിയാണ്. ചന്ദ്രമതി. കാഞ്ചീപുരം എഴുതിയത് CS ചന്ദ്രിക. കാഞ്ചീപുരം എഴുതിയത് CS ചന്ദ്രിക. ജലത്തിലൂടെ നടക്കുന്ന കന്യകമാർ. ജലത്തിലൂടെ നടക്കുന്ന കന്യകമാർ എഴുതിയത് ഇന്ദുമേനോൻ. ഇന്ദുമേനോൻ. ദുഷ്യന്തനും ഭീമനും ഇല്ലാത്ത ലോകം. ദുഷ്യന്തനും ഭീമനും ഇല്ലാത്ത ലോകം എഴുതിയത് P വത്സലയാണ്. P വത്സല. അടുത്ത ചേരുംപടിയാണ് തലച്ചോറില്ലാത്ത സ്ത്രീകൾ. തലച്ചോറില്ലാത്ത സ്ത്രീകൾ എഴുതിയത് M സരസ്വതി ഭായ്. M സരസ്വതി ഭായ് ആണ്. സരസ്വതി അമ്മയല്ല, സരസ്വതി ഭായ്. ഒരു യഥാർത്ഥ ഭാര്യ. ഒരു യഥാർത്ഥ ഭാര്യ എഴുതിയത് തച്ചാട്ട് ദേവകി നേത്യാരമ്മ. തച്ചാട്ട് ദേവകി നേത്യാരമ്മ. സ്ത്രീജന്മം. സ്ത്രീജന്മം എഴുതിയത് K സരസ്വതി അമ്മ. K സരസ്വതി അമ്മ. മടക്കയാത്ര. മടക്കയാത്ര T കാർത്യായനി അമ്മ. കാർത്യായനി അമ്മ. T കാർത്യായനി അമ്മ. അടുത്ത ചോദ്യം. സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള വ്യാകുലതയിൽ ബലിയാടായിത്തീരുന്ന ഒരു തവളയുടെ ആത്മാലാപം എന്ന നിരീക്ഷണം സക്കറിയുടെ ഏത് കഥയ്ക്കാണ് ചേരുക? സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള വ്യാകുലതയിൽ ബലിയാടായിത്തീരുന്ന ഒരു തവളയുടെ ആത്മാലാപം എന്ന നിരീക്ഷണം സക്കറിയുടെ ഏത് കഥയ്ക്കാണ് ചേരുക? ഒരിടത്ത് എന്ന കഥ. ഒരിടത്ത് എന്ന കഥയ്ക്കാണ് ചേരുന്നത്. അടുത്ത ചോദ്യം. ചേന്നപ്പറയൻ കഥാപാത്രമായി വരുന്ന കഥ. ചേന്നപ്പറയൻ കഥാപാത്രമായി വരുന്ന കഥ. ഓപ്ഷൻ വെള്ളപ്പൊക്കത്തിൽ, പനങ്കഴു, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, കുചേലൻ. വെള്ളപ്പൊക്കത്തിൽ, പനങ്കഴു, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, വെള്ളപ്പൊക്കത്തിൽ, കുചേലൻ. കുചേലൻ. ഇത്രയാണ് നൽകിയിരുന്നത്. ഉത്തരം വെള്ളപ്പൊക്കത്തിലാണ്. വെള്ളപ്പൊക്കത്തിൽ. അടുത്ത ചോദ്യം. ആദിശേഷൻ, റബ്ബർ, എരുമ. ആദിശേഷൻ, റബ്ബർ, എരുമ എന്നീ കഥകൾ എഴുതിയത് ആര്? എന്നീ കഥകൾ എഴുതിയത് ആര്? SV വേണുഗോപൻ നായർ. SV വേണുഗോപൻ നായർ. അടുത്ത ചോദ്യം. ഡിസംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. MP നാരായണപിള്ള രചിച്ച കഥകൾ. MP നാരായണപിള്ള രചിച്ച കഥകൾ. ഓപ്ഷൻ നദിയും തോണിയും, ഹിജഡ, ശ്രീചക്രം, അരിമ്പാറ, ജോർജ് ആറാമൻ്റെ കോടതി. നദിയും തോണിയും, ഹിജഡ, ശ്രീചക്രം, അരിമ്പാറ, ജോർജ് ആറാമൻ്റെ കോടതി. MP നാരായണപിള്ള രചിച്ച കഥകളാണ് ഹിജഡ, ജോർജ് ആറാമൻ്റെ കോടതി. അടുത്ത ചോദ്യം ചേരുംപടിയായിരുന്നു. ചാരുമാനം, പ്രിൻസ് ഐമനം, കെനിയാസാൻ, അമൽ. അമൽ പിരപ്പൻകോട്. അമൽ.
ചൂണ്ടക്കാരൻ എസ് ഹരീഷ്, രാമച്ചി വിനോയ് തോമസ്. ചാരുമാനം പ്രിൻസ് ഐമനം, കെനിയാസാൻ എഴുതിയത് അമൽ പിരപ്പൻകോട്. ചൂണ്ടക്കാരൻ എസ് ഹരീഷ്, രാമച്ചി വിനോയ് തോമസ്. 2024 ജൂണിൽ ചോദിച്ച ചോദ്യമാണിനി. അത് ചേരുംപടിയാണ്. മനുഷ്യാലയ ചന്ദ്രിക കെ രേഖ. വാസ്തുതത്വം സാറ ജോസഫ്. വാസ്തുതത്വം സാറ ജോസഫ്. പുള്ളിമാൻ ജ്ഞാനസ്നാനം സുഭാഷ് ചന്ദ്രൻ. ജ്ഞാനസ്നാനം സുഭാഷ് ചന്ദ്രൻ. ഗംഭീര വിക്രമ ആർ ഉണ്ണി. ഉണ്ണിയാറിൻ്റെ കഥയാണ് ഗംഭീര വിക്രമ. ജ്ഞാനസ്നാനം സുഭാഷ് ചന്ദ്രൻ. ഏറ്റവും അടുത്ത കാലത്ത് ഇറങ്ങിയിരിക്കുന്ന കഥകളാണ് ഇവയെല്ലാം. അടുത്തത് പതിവ്രത എഴുതിയത് തകഴിയാണ്. പതിവ്രത തകഴി. കൊല്ലരുതനിയ കൊല്ലരുത്. കൊല്ലരുതനിയ കൊല്ലരുത് എഴുതിയത് കേശവദേവ്. പുള്ളിമാൻ പൊറ്റക്കാട്. പുള്ളിമാൻ പൊറ്റക്കാട്. പെൺബുദ്ധി സരസ്വതി അമ്മ. പെൺബുദ്ധി സരസ്വതി അമ്മ. അടുത്ത ചേരുംപടി കൈമളശ്ശൻ്റെ കല്യാണം അമ്പാടി നാരായണ പൊതുവാൾ. കൈമളശ്ശൻ്റെ കല്യാണം അമ്പാടി നാരായണ പൊതുവാൾ. ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചതല്ല. ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചതല്ല സി എസ് ഗോപാലപ്പണിക്കർ. സി എസ് ഗോപാലപ്പണിക്കർ. ഒരു കഠിനക്കൈ മൂർക്കോത്ത് കുമാരൻ. ഒരു കഠിനക്കൈ മൂർക്കോത്ത് കുമാരൻ. കണ്ണിപ്പറമ്പിലെ കൊലപാതകൻ എം ആർ കെ സി. കണ്ണിപ്പറമ്പിലെ കൊലപാതകൻ എം ആർ കെ സി. ജൂൺ 2024 ക്യാൻസൽ ചെയ്ത ചോദ്യപേപ്പറിലെ ചേരുംപടി ചോദ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഇത്രയും ചോദ്യങ്ങളാണ് 2004 മുതൽ 2024 വരെ കഥകൾ തലക്കെട്ടുകൾ കഥാകൃത്തുക്കൾ എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത്. ഇതല്ലാതെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സും ഒരുപാട് കഥകളുടെ സംഭാഷണങ്ങളൊക്കെയും ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് HSSTക്കാരുടെ പരീക്ഷ പ്രമാണിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ പ്രയോജനമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. അടുത്ത കവിതയുടെ വീഡിയോയിൽ കാണാം.